നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യത്തെ വ്യവസ്ഥയോ? അപ്പോ ഇനിയുണ്ടോ വ്യവസ്ഥകള്? ഉണ്ട്, വായിക്കാം. തന്റെ മകൾ ദിയയ്ക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമേ തന്റെ സ്വത്തിൽ അമ്മയായ ശ്രീവിദ്യയ്ക്കും സഹോദരിയായ രാഖയ്ക്കും എന്തെങ്കിലും അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. കൊള്ളാം, ശ്രീവിദ്യ ചത്തൊടുങ്ങി. ഇനി ആ നരുന്ത് പെണ്ണിന് പ്രായപൂർത്തിയാവുമ്പോഴേക്കും നിങ്ങളുടെ വായിൽ മണ്ണ് വീഴില്ലെന്ന് എന്റെ സംശയം. അമ്മയൊന്നും മിണ്ടാതിരിക്ക. വക്കീലെ, ഇനി വ്യവസ്ഥകളുണ്ടോ? ഇനി ഒരു വ്യവസ്ഥ കൂടി ഉണ്ട്. അതുകൂടി കേക്കട്ടെ. വിൽപത്രത്തിലെ വ്യവസ്ഥകൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഈ സ്വത്തെല്ലാം അനാഥാലയത്തിന് പോകുമെന്നാണ് ഒടുവിലത്തെ വ്യവസ്ഥ. ഒരു മുടിഞ്ഞ വിൽപത്രം. വക്കീലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നല്ല ചോദ്യം. ഇത് എന്റെ ബുദ്ധിയിൽ എന്റെ ഇഷ്ടപ്രകാരം എഴുതി വെച്ചതല്ല. ഈ കാണുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഉടമ രാജീവ് മേനോൻ എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ച വ്യവസ്ഥകളാണിത്. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു വച്ചിരിക്കുന്ന ഈ വിൽപത്രം അദ്ദേഹം മരണപ്പെട്ട സ്ഥിതിക്ക് ബന്ധുക്കളായ നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ ചുമതല ആയതുകൊണ്ട് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം കൂടി, ഈ വിൽപത്രം മാത്രമല്ല, ഇനി ഒരു വിൽപത്രം കൂടി രാജീവ് മേനോൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇനി വിൽപത്രോ? നോക്കട്ടെ. അല്ല, അത് എന്താ, കുടുംബ വക്കീല് അത് കൊണ്ടുവന്നില്ലേ? അത് അടച്ച വിൽപത്രമാണ്. അടച്ച വിൽപത്രോ? അതെന്ത് കുന്ത്രാണ്ടാ? അടച്ച വില്ലെന്ന് പറഞ്ഞ വ്യവസ്ഥകൾ എഴുതി കവറിലിട്ട് മുദ്ര വച്ച വിൽപത്രം എന്നാണ്. അത് തുറക്കാൻ എഴുതിപ്പിച്ചയാള് ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടാവും. അന്ന് മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. അത് തയ്യാറാക്കിയത് വക്കീല് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ. അപ്പോ എന്താണ് ആ അടഞ്ഞ വിൽപത്രത്തെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് വക്കീലിന് അറിയാൻ പറ്റില്ലേ? സോറി, അടച്ച വില്ല് തുറക്കുന്നതിന് മുമ്പ് ആരോടും അതിലെ വ്യവസ്ഥകൾ പറയാൻ പാടില്ല. നാശം. ക്ഷോഭിക്കണ്ട. ആ വിൽപത്രം ഓപ്പണാക്കാൻ പറഞ്ഞിരിക്കുന്ന ദിവസം അതിലെ വ്യവസ്ഥകൾ അറിയിക്കാം. അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ വേണമെന്ന് രാജീവ് മേനോൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് ആ വ്യവസ്ഥകൾ അടങ്ങിയ കവർ പൊട്ടിക്കുമ്പോ എന്നോടൊപ്പം പോലീസും ഉണ്ടാകുമെന്നർത്ഥം. എന്നാ ശരി, ഞാൻ ഇറങ്ങുന്നു. സർവ ഊരാ കൊടുക്കും ആ വിൽപത്രത്തിലുണ്ടാകും. മഹാദ്രോഹി. അവന്റെ ആത്മാവിന് പോലും ഗതി കിട്ടാതെ പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.